ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ADGP MR അജിത് കുമാറിനെതിരെ ഇന്നലെ പോലീസ് അസോസിയേഷൻ വേദിയിൽ അന്വേഷണം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി മടങ്ങുമ്പോൾ പോലീസ് സേനയിൽ വൻ ശുദ്ധീകരണത്തിന് കളമൊരുങ്ങുന്നു എന്ന പ്രതീതിയാണുണ്ടായത്. രാത്രിയോടെ എല്ലാം കീഴ്മേൽ മറിഞ്ഞു. മുഖ്യമന്ത്രിയും DGPയും 2 മണിക്കൂറോളമാണ് സെക്രട്ടേറിയറ്റിൽ ചർച്ച നടത്തിയത്. എന്നാൽ തീരുമാനം വന്നപ്പോൾ ADGPക്കെതിരെ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ അന്വേഷണം. സംഘത്തിൽ MR അജിത് കുമാറിന്റെ ജൂനിയർ ഉദ്യോഗസ്ഥരും. അതിൽ തന്നെ 2 പേർ നേരിട്ട് ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥർ. യോഗത്തിൽ MR അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന നിലപാടാണ് DGP സ്വീകരിച്ചതെന്നാണ് അറിയുന്നത്. എന്നാൽ അജിത് കുമാറിനെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. പുഴുക്കുത്തുകൾ സേനയിലുണ്ടാകില്ല എന്ന് രാവിലെ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി രാത്രിയോടെ നിലപാട് മാറ്റാനുള്ള എന്ത് സമ്മർദ്ദമാണുണ്ടായതെന്ന് വ്യക്തതയില്ല. PV അൻവർ MLA ഉന്നയിച്ച ആരോപണമുണ്ടാക്കിയ അന്ധാളിപ്പിനേക്കാൾ വലിയ അമ്പരപ്പാണ് മുഖ്യമന്ത്രിയുടെ നിലപാടോടെ സംഭവിച്ചത്. പോലീസ് സേനയിലും ഈ അതൃപ്തി പടർന്നിട്ടുണ്ട്. എന്നാൽ കൂടുതൽ ചർച്ചകൾക്ക് ശേഷം MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റുമെന്ന അഭ്യൂഹങ്ങൾ ഇപ്പോഴുമുണ്ട്. IPS തലപ്പത്ത് കാതലായ അഴിച്ചുപണിയിലൂടെ MR അജിത് കുമാറിനെ പോലീസിന് പുറത്ത് പ്രധാന ചുമതലയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടക്കുന്നതായും പറയുന്നുണ്ട്. ഇതിനിടെ ആരോപണ വിധേയനായ ADGP MR അജിത് കുമാർ പോലീസ് ആസ്ഥാനത്തെത്തി. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഓൺലൈൻ യോഗത്തിൽ പങ്കെടുക്കാനാണ് എത്തിയത്. ഈ യോഗത്തിൽ പോലീസ് മേധാവിയും പങ്കെടുത്തു. അതേസമയം MR അജിത് കുമാറിനെതിരെ കൂടുതൽ പരാതികൾ ലഭിച്ചു. 3 ദിവസം മുമ്പ് സാമ്പത്തിക ഇടപാടുകൾ ചൂണ്ടിക്കാട്ടിയുള്ള പരാതി DGPക്കാണ് ലഭിച്ചത്. തിരുവനന്തപുരത്തെ ഭൂമി ഇടപാട്, ആശുപത്രി വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഇടപാടടക്കം പരാതിയിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇതിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പരാതിയും DGPയുടെ ഫയലിലുണ്ട്. അതിലും തീരുമാനമായില്ല. ഏറ്റവും ഒടുവിൽ കവടിയാറിലെ വീട് നിർമ്മാണവും സ്ഥലം വാങ്ങലുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആവശ്യപ്പെട്ട് കൊച്ചി സ്വദേശി വിജിലൻസിനും പരാതി നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് ആരോപണ വിധേയരെ ചിറകിനടിയിൽ ഒളിപ്പിച്ച് സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിക്കുമേൽ എന്ത് സ്വാധീനമാണുള്ളത്? ഇക്കാര്യത്തിൽ പാർട്ടിയോടും കേരളത്തോടും മുഖ്യമന്ത്രി എന്താണ് വിശദീകരിക്കുക? R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.